നിങ്ങൾ കോഡിങ്ങിൽ താൽപ്പര്യപ്പെടുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോഡിങ് ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്നവരോ ആണോ? അതോ നിങ്ങൾ കരിയർ ഒരു MNCക്കകത്ത് ഒരു ഹൈ പേയിങ് ജോബ് ആഗ്രഹിക്കുന്നവരാണോ? എങ്കിൽ ഇത് നിങ്ങൾക്കുള്ള വീഡിയോയാണ്. നിങ്ങൾക്കെല്ലാവർക്കും മാസ്റ്റർ വ്യൂ ഡൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നാം നോക്കുന്നത് എങ്ങനെയൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാം എന്നതിനെക്കുറിച്ചാണ്. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകുന്നതിന് നിങ്ങൾക്ക് എന്ത് സ്കില്ലാണ് വേണ്ടത്, എന്ത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് ഈ ജോലിക്ക് വേണ്ടത് തുടങ്ങിയ നിരവധി വിശദാംശങ്ങളാണ് ഈ വീഡിയോയിൽ നാം നോക്കുവാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ തുടങ്ങിയവ ചെയ്ത് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എങ്ങനെയാകാം എന്ന് നോക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ആരാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് നോക്കാം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന വ്യക്തി പ്രധാനമായും സോഫ്റ്റ്വെയറുകളുടെ നിർമ്മാണം, അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ ഡിസൈൻ, നിർമ്മാണം, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റം ഓർ എ സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിനായി ഉത്തരവാദിക്കപ്പെട്ട ഒരു ജോലിയാണ് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന ജോലി. ഈ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ കുറേ പേരുടെ മനസ്സിൽ ക്വസ്റ്റ്യൻ വരുന്നത് ഞങ്ങൾക്ക് ബിടെക്കോ CS ബാക്ക്ഗ്രൗണ്ടോ തുടങ്ങിയ ഒന്നുമില്ലാത്തവരാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ജോലിക്ക് വേണ്ടി ശ്രമിക്കുവാൻ കഴിയുമോ എന്നാണ്. എന്നാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കഴിയുമെന്നാണ്. കാരണം കഴിഞ്ഞ കുറച്ച് കാലത്തെ ട്രെൻഡുകളെ നോക്കുമ്പോൾ ഫോളോ ചെയ്തു വരുന്നത് കാണുവാൻ കഴിയുന്നത് കമ്പനികൾ നിരവധി പേരെ അവരുടെ ഡിഗ്രി പരിഗണിക്കാതെ തന്നെ ജോലിക്ക് എടുക്കുന്നതാണ്. അവരുടെ സ്കില്ലുകളാണ് അവർ പ്രധാനമായും പരിഗണിക്കപ്പെടുന്നത്. ഇനി ഇത്തരത്തിൽ നിയമിതരായ നിരവധി പേരെ നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ, IT ഇൻഡസ്ട്രിയിൽ കാണുവാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ നിരവധി ഇൻ്റർവ്യൂകൾ കാണാൻ കഴിയും. പോഡ്കാസ്റ്റുകളിൽ വരെ ഇങ്ങനെ ജോലി ലഭിച്ചവരെ വരികയും അവരുടെ അനുഭവങ്ങളും എക്സ്പീരിയൻസുകളും ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇതിനർത്ഥം നിങ്ങൾക്ക് ഡിഗ്രിയേക്കാൾ ഉപരിയായിട്ട് വേണ്ടത് കുറച്ച് സ്കിൽസാണ്. ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നതും അത്തരത്തിലുള്ള സ്കിൽസുകളെക്കുറിച്ച് തന്നെയാണ്. ഒന്നാമതായും പ്രധാനമായും നിങ്ങൾ വികസിപ്പിച്ചെടുക്കേണ്ട ഒരു സ്കിൽ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചെടുക്കുക, അഥവാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിങ്ങളുടെ സ്കില്ല് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ തന്നെ ലഭ്യമാണ്. അതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാകാം. അതിനെ മാറ്റുന്നതിന് വേണ്ടി ഈ വീഡിയോയിൽ ഈസി, ഡിഫിക്കൾട്ട് എന്നിങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ തിരിക്കുന്നുണ്ട്. അതിൽ ഡിഫിക്കൾട്ടായിട്ടുള്ളതിൽ ജാവ, C++ എന്നിവയെയും ഈസി ആയിട്ട് പൈതണെയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളൊരു ബിഗിനറാണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊന്നും വലിയ പിടിയൊന്നുമില്ലെങ്കിൽ പൈതൺ പഠിച്ചു തുടങ്ങുന്നതായിരിക്കും നല്ലത്. അതേസമയം നിങ്ങൾ കോളേജുകളിലൊക്കെ തന്നെ ജാവയോ C++ എന്നിവയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പൈതണിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇതിലേത് തിരഞ്ഞെടുക്കണമെന്നത് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. പക്ഷേ ബിഗിനറാണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വലിയ പരിചയമൊന്നുമില്ലെങ്കിൽ പൈതണിൽ തുടങ്ങുന്നതായിരിക്കും നല്ലത്. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ തന്നെ പല വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നില്ല. എങ്ങനെയൊരു ഡേറ്റ സയൻറ്റിസ്റ്റ് ആകാം എന്നൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിൽ ഈ പൈതണ് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്കിൽ ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതംസ് പഠിക്കുക എന്നതാണ്. ഇത് നിങ്ങളെ MNCയിൽ വർക്ക് ചെയ്യുവാനും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിലൊക്കെ വർക്ക് ചെയ്യുവാനും വളരെ അധികം രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു സ്കില്ലാണ്. നിങ്ങളുടെ DSA ഡെവലപ്പ് ചെയ്യുന്നതിന് വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. അല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകളോ ഓഫ്ലൈൻ കോഴ്സുകളോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഇങ്ങനെ ഓൺലൈൻ കോഴ്സാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് നിരവധി പ്രാക്ടീസ് ക്വസ്റ്റ്യനുകൾ ആവശ്യമായി വരും. ഇത്തരം ക്വസ്റ്റ്യൻസിന് വേണ്ടി നിങ്ങൾക്ക് നിരവധി വെബ്സൈറ്റുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. LeetCode, ഹാക്കേഴ്സ് റാങ്ക്, കോഡ് വാൾസ്, കോഡിലിറ്റി എന്നിവ ഉപയോഗപ്പെടുത്താം. ഈ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെയുള്ളതാണ് എന്ന് പരിശോധിച്ചാൽ ഇവ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുവാൻ കഴിയും. കൂടാതെ നിങ്ങളുടെ കോഡിംഗ് സ്പീഡ് കൂട്ടുവാനും ഇത് സഹായിക്കും. നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കില്ലും മികച്ചതാക്കി മാറ്റുവാനും, കൂടാതെ നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ്ങും ഇവിടെ മെച്ചപ്പെടുത്തും. കൂടാതെ ഇവിടെ നിങ്ങൾ കുറച്ച് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഇതായിരിക്കും നിങ്ങളെ MNCയിലും ഒക്കെ വർക്ക് ചെയ്യുന്നതിന് കേപ്പബിൾ ആക്കുന്നത്. ഡേറ്റ സ്ട്രക്ചർ ആൻഡ് അൽഗോരിതംസ് അഥവാ DSAയുടെ ഡിഫിക്കൽട്ടീസ് എന്നത് നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ലെവൽ അനുസരിച്ച് കൂടുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറിയും വർദ്ധിക്കുന്നതാണ്.
അടുത്തതായി നിങ്ങൾക്ക് പഠിക്കേണ്ടി വരുന്നത് DBMS ആണ്. DBMS പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ DBMS ഇല്ലാതെയും ഈ ജോലിക്ക് വേണ്ടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എങ്കിൽ കൂടിയും DBMSലുള്ള നിങ്ങളുടെ അറിവ് ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്ലസ് പോയിൻ്റ് തന്നെയായിരിക്കും. അതിനാൽ ഈ സ്കില്ല് കൂടി ഉള്ളത് നല്ലതായിരിക്കും. DBMSൽ സീക്വൽ ആൻഡ് നോൺ സീക്വൽ ഉണ്ട്. ഇതിൽ രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പഠിക്കാം. നിങ്ങൾ ഓർക്കുക, സീക്വലിൽ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ തന്നെ ജാവ, പൈതൺ ഇങ്ങനെ ഓപ്ഷനുകൾ ഉള്ളതുപോലെ തന്നെ സീക്വലിൽ MS SQL, MySQL, പോസ്റ്റഗ്രെസ്, ഓറിക്കിൾ തുടങ്ങിയ നിരവധി ഓപ്ഷനുകളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം MySQL തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. നോൺ സീക്വലിലാണെങ്കിൽ MongoDB, കസാൻഡ്ര തുടങ്ങിയവയും ലഭ്യമാണ്. അതിൽ നിങ്ങൾക്ക് MongoDB എടുത്ത് പഠിക്കാവുന്നതാണ്. ഇതൊക്കെ ഓൺലൈനിൽ കിട്ടുന്നതാണ് ഇതിൻ്റെയൊക്കെ കോഴ്സുകൾ. അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടും ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി ഈ ലാംഗ്വേജും ഈ സംഭവമൊക്കെ പഠിക്കാവുന്നതാണ്. DBMS ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഡേറ്റാബേസ് വർക്ക് ചെയ്യുന്നതെന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ അകത്ത് ക്യൂറിയിങ് എങ്ങനെ ചെയ്യാം, കൂടാതെ ഡേറ്റാബേസ് എങ്ങനെ ഉണ്ടാക്കാം, ഡേറ്റാബേസ് ആർക്കിടെക്ചർ എങ്ങനെ ഉണ്ടാക്കാം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഇത് പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത ഘട്ടം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ പ്രോജക്റ്റുകൾ നിർമ്മിക്കുക എന്നതാണ്. ഇവിടെ പ്രോജക്റ്റ് നിർമ്മിക്കുന്നതിന് ഡൊമെയിനുകൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. ഈ ഡൊമെയിനുകളായിരിക്കും നിങ്ങളുടെ പ്രോജക്റ്റുകൾ ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡൊമെയിൻ തിരഞ്ഞെടുക്കേണ്ടതെന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. കാരണം ഫ്യൂച്ചർ എന്നത് നിങ്ങളുടെ പ്രോജക്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന ഡൊമെയിനുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കേണ്ടതായി വരുന്നു. 1 വെബ് ഡെവലപ്മെൻറ്റ്, 2 ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ്, 3 iOS ഡെവലപ്മെൻറ്റ്, 4 ബ്ലോക്ക് ചെയിൻ ഡെവലപ്മെൻറ്റ്. വെബ് ഡെവലപ്മെൻറ്റ് എന്ന ഡൊമെയിനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് HTML, CS, ജാവാസ്ക്രിപ്റ്റ്, ബാക്കെൻഡിൽ Node.js, ഡിജാങ്കോ, നെറ്റ്വർക്കിംഗ് തുടങ്ങിയവയൊക്കെ തന്നെ മനസ്സിലാക്കിയെടുക്കേണ്ടതായി വരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി എങ്ങനെയൊരു വെബ് ഡെവലപ്പർ ആകാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കാവുന്നതാണ്. നിങ്ങൾക്കിനി ആൻഡ്രോയിഡ് ഡെവലപ്മെൻറ്റ് എന്ന ഡൊമെയിനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ കോട്ട്ലിൻ, ജാവ, C++ തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. ഈ മൂന്നും അറിയാമെങ്കിലും ഗുണമാണ്. ഇനി iOS നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റ്, ഫ്ലട്ടർ തുടങ്ങിയവയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതായി വരുന്നു. ഇനി അതല്ല, നിങ്ങൾ ബാക്ക് ചെയിൻ ഡെവലപ്മെൻ്റ് ആണ് ഫോക്കസ് ചെയ്യുന്ന ഡൊമെയിനെങ്കിൽ അവിടെ നിങ്ങൾക്ക് സോളിഡിറ്റി, ജാവാസ്ക്രിപ്റ്റ്, പൈതൺ, ഗോ തുടങ്ങിയവ ലഭ്യമാണ്. അതിലേതെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതാണ്. അഥവാ ഇത് ബാക്കെൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവ 4 അറിയാമെങ്കിലും നല്ലതാണ്. നിങ്ങൾ ഓർക്കുക, ഈ 4 ഡൊമെയിനുകളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതായി വരുന്നു. അതിപ്പോൾ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് വെബ് ഡെവലപ്മെൻ്റ് ആകട്ടെ, ആൻഡ്രോയിഡ് ഡെവലപ്മെൻ്റ് ആകട്ടെ, iOS ഡെവലപ്മെൻ്റ് ആകട്ടെ, ബാക്ക് ചെയിൻ ഡെവലപ്മെൻ്റ് ആകട്ടെ, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതിൽ നിങ്ങളുടെ വർക്ക് ചെയ്തു തുടങ്ങുക. അങ്ങനെ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് ആ മേഖലയിലാണ് വർക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിലെല്ലാത്തിലും കൂടി നിങ്ങൾക്ക് ഒരേ സമയത്ത് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കണം. നിങ്ങൾ വേർഷൻ കൺട്രോളിനെ കുറിച്ചൊക്കെ ഒരു മികച്ച ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടതായി വരുന്നുണ്ട്. ഈ സ്കില്ല് എവിടെയാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നതെന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങളൊരു കമ്പനിയിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒറ്റയ്ക്കായിരിക്കില്ല നിങ്ങൾ പ്രവർത്തിക്കുക. നിങ്ങൾ ഒരു കൊളാബറേറ്റ് ചെയ്തായിരിക്കും പ്രവർത്തിക്കുക. അന്നേരം നിങ്ങൾക്ക് വർക്കേഴ്സിനെല്ലാം കൂടി ഒരു പേജിൽ വരേണ്ടത് അത്യാവശ്യമായി വരുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഗിറ്റ് തുടങ്ങിയ ടൂളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗിറ്റ് എന്നതിനെക്കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കണം. കൂടാതെ ബ്രിഡ്ജിങ്, മെർജിങ് തുടങ്ങിയവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണം. ഇതെല്ലാം പരിഗണിക്കുമ്പോൾ വേർഷൻ കൺട്രോൾ നോളജ് ഉണ്ടായിരിക്കണം എന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കില്ലായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഇനി അടുത്തതായി നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് ഡിവോപ്സ് എന്നതിനെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാന നോളജ് ഉണ്ടായിരിക്കണമെന്നതാണ്. ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഡെപ്ലോയ്മെൻറ്റ് ആൻഡ് ഡിവോപ്സിൻ്റെ ടൂളുകളായിട്ട് CI/CD, ഡോക്കർ, ക്യൂബിനെറ്റ്സ്, ക്ലൗഡ് സർവീസ് തുടങ്ങിയൊക്കെ പറയാം. ഇതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് അടിസ്ഥാനപരമായി പ്രവർത്തിക്കുന്നത് എന്നൊക്കെ നോളജ് മതി. ടൂൾ അറിയാമെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് പഠിച്ചില്ലെങ്കിൽ കൂടിയും ഈ ടൂൾസിൻ്റെയൊക്കെ ഒന്ന് പ്രവർത്തന രീതിയെക്കുറിച്ചുള്ളൊരു ബേസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു പ്ലസ് പോയിൻ്റ് തന്നെയായിരിക്കും. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് ഇനി നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ടി വരുന്നത് സ്പെഷ്യലൈസേഷനാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യേണ്ടതായി വരുന്നു.
മെഷീൻ ലേണിംഗ്, വെബ് ഡെവലപ്മെൻറ്റ്, ആപ്പ് ഡെവലപ്മെൻറ്റ്, എംബെഡഡ് സിസ്റ്റംസ്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, ഗെയിം ഡെവലപ്മെൻറ്റ്, ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മെഷീൻ ലേണിങ്ങിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. നിങ്ങൾ ഏത് ഡൊമൈനിലാണ് നിങ്ങൾ പ്രോജക്റ്റിന് വേണ്ടി തിരഞ്ഞെടുത്തത്, അതിൽ വർക്ക് ചെയ്ത് തുടങ്ങിയത്, അതിൽ തന്നെ നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വെബ് ഡെവലപ്മെൻറ്റ് ഒക്കെ നമ്മൾ ഡൊമൈനായി എടുത്തെങ്കിൽ അത് നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ചെയ്യുക. ആപ്പ് ഡെവലപ്മെൻറ്റിലാണെങ്കിൽ iOS-ലോ ആൻഡ്രോയിഡിലോ ഏതെങ്കിലും ഒന്നിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാവുന്നതാണ്. എംബെഡഡ് സിസ്റ്റംസിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലോ സ്പെഷ്യലൈസേഷൻ ചെയ്യാവുന്നതാണ്. ഇനി ചിലരൊക്കെ ആണെങ്കിൽ ഗെയിമിംഗ് ഡെവലപ്മെൻറ്റിൽ തന്നെ സ്പെഷ്യലൈസേഷൻ ചെയ്യാറുണ്ട്. അതിൽ വേണമെങ്കിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള ഒരു മേഖലയിൽ നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ചെയ്യേണ്ടതായി വരുന്നു. ഇനി അടുത്തത് നിങ്ങൾ കുറച്ച് സോഫ്റ്റ് സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്യേണ്ടതായി വരുന്നു. അതിനെക്കുറിച്ച് നോക്കാം. പ്രധാനമായി നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല വർക്ക് ചെയ്യുന്നത്, ഒരു ടീമായിട്ടായിരിക്കും. അന്നേരം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അഥവാ അടുത്ത ഒരു സ്കില്ലായിട്ട് നമുക്ക് പറയാവുന്നത് തന്നെ ടീം വർക്ക് ചെയ്യാനുള്ളൊരു സ്കില്ല് നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് വളർത്തിയെടുക്കണം. ടൈം മാനേജ്മെൻറ്റ് എന്നതും നിങ്ങളിൽ വളർത്തിയെടുക്കേണ്ട ഒരു സ്കില്ലായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഈ സോഫ്റ്റ് സ്കില്ലുകൾ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതാണ്. ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരുന്നത് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക. അതിൽ നിങ്ങളുടെ സ്കിൽസ്, പ്രോജക്റ്റ്, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മികച്ച പോർട്ട്ഫോളിയോ തന്നെ ഉണ്ടാക്കുക. ഇതുപയോഗിച്ച് നിങ്ങൾ എവിടെ ജോബ് കാണുകയാണെങ്കിലും അവിടെ അപ്ലൈ ചെയ്യുക. ഇതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ ഒരുമാതിരി എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ അഥവാ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേണ്ടി വരുന്ന സ്കിൽസ് തുടങ്ങിയവയെല്ലാം. ഇനി എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകാം എന്നൊരു വീഡിയോ ഉൾപ്പെടുത്തിയപ്പോൾ ഇവിടെ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ബിടെക്കോ ഒന്നുമില്ലാത്ത IT-യുമായിട്ട് ബന്ധമില്ലാത്തവർക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാമെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ആ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നു. കമൻറ്റിൽ ചോദിച്ചത് പിന്നെ എന്തിനാണ് BSc കമ്പ്യൂട്ടർ സയൻസ് എന്നും ബിടെക്ക് ഈ കോഴ്സുകളെന്നും എന്നാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഈ കോഴ്സുകളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, മറ്റ് ഫങ്ഷനുകളെല്ലാം തന്നെ ഈ ഇത്തരം ഡിഗ്രി കോഴ്സുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഫീൽഡിലോട്ട് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സൂചിപ്പിച്ച സ്കിൽസൊക്കെ വികസിപ്പിച്ചാൽ നിങ്ങൾക്ക് ഈ ഫീൽഡിലേക്ക് കടന്നു വരാം. അവിടെ അന്നേരം നിങ്ങളുടെ ഡിഗ്രിക്കല്ല, നിങ്ങൾക്ക് ഈ സ്കില്ലെല്ലാം നല്ല രീതിയിലുണ്ടെങ്കിൽ നിങ്ങളെ ജോലിക്ക് എടുക്കുക തന്നെ ചെയ്യും. പറഞ്ഞു വന്നത്, ഇപ്പോൾ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രമേ യോഗ്യതയുള്ളൂ. ഈ വീഡിയോയിൽ സൂചിപ്പിച്ചിരിക്കുന്ന സ്കിൽസ് എല്ലാം നിങ്ങൾക്കുണ്ട്. 100% നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും. ആ സ്കില്ലെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് പണിപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. കാരണം അത് ഒറ്റയടിക്ക് നിങ്ങൾക്ക് പോയി നേടിയെടുക്കാൻ കഴിയുന്നതല്ല. ഇപ്പം നിങ്ങൾ 10 കഴിഞ്ഞു, SLC കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സ്കില്ലെല്ലാം കൂടി നിങ്ങൾക്ക് കോളേജിൽ നിന്നോ സ്കൂളിൽ നിന്നൊന്നും അല്ലാതെ തന്നെയും പഠിക്കാനുള്ള ഓപ്ഷനുകൾ ഇപ്പോൾ ഉണ്ട്. അതെല്ലാം പഠിച്ചെടുത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും.